ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ശ്രീകുമാറായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാറി ഇരുന്ന് വിഷമിച്ചിരിക്കുന്നത് മാത്രം. ഇതൊന്നും എപ്പിസോഡിലും ഇല്ല ലൈവും ഇല്ല. അപ്പൊ ലൈവ് എല്ലാം എഡിറ്റഡ് ആണ്. ഗബ്രി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് മേ ബി ഞാൻ ഭയങ്കര വീക്ക് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ പാവാണെന്നോ കാണിക്കാനാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞോളൂ. ലവ് ട്രയാങ്കിൾ എന്തോ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് തീരെ താല്പര്യമില്ല, ഇതിങ്ങനെ വന്നാൽ തന്നെ അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കണം. അല്ല ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജിൻഡോ ചേട്ടനെ പറഞ്ഞ ഒരു റേസിസ്റ്റ് കമന്റ് ആണ്, അത് പാടില്ല എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് വന്ന നോട്ടീസ് ആണ് അഭിഷേക് ഇവിടെ റേസിസത്തെ കുറിച്ചോ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ സംസാരിക്കാൻ പാടില്ല. അവിടെ എന്റെ വായടഞ്ഞു. അമ്മ ഇത്ര ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. ലൈക്ക് ഞാൻ ഷോയിൽ പോകുന്നതിനെ കുറച്ച് മുന്നെയാണ് ഞാൻ അതും ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അച്ഛന്റെ ഒരു മെസ്സേജും കൂടി വന്നു, അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു മൊമെന്റ് ഏതായിരുന്നു? ഇവരെല്ലാം ഗ്രൂപ്പ് ഫോം ചെയ്ത് സംസാരിക്കുമ്പോഴും ഞാൻ റൂമിൽ വന്ന് കിടക്കും. കാരണം ഇവരാരും എന്നെ കൂട്ടുന്നില്ല, ഒരു ഗ്രൂപ്പിലോട്ട് അടുപ്പിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ജാസ്മിന്റെ കാര്യത്തിലാണെങ്കിൽ വൃത്തിയില്ലായ്മ എന്നൊരു ടാഗ് ഒരുപാട് ജാസ്മിൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അടുത്തിരുന്നിട്ടായിരുന്നു ഒരു ദിവസം കാലിലെ നഖം കടിക്കുന്നത്. ജിൻഡോ ചേട്ടൻ ഇപ്പൊ പോണ പോലെ തന്നെ പൊക്കോട്ടെ, ആള് നല്ല അടിപൊളി ഗെയിമറാ. ആൾക്കറിയാം എന്ത് ചെയ്താലാണ് പുറത്തത് വൈറലാവുക അല്ലെങ്കിൽ എങ്ങനെ അത് കത്തുന്നു നല്ലപോലെ അറിയാം. കുറെ യൂട്യൂബ് ചാനൽസ് കാര്യം അറിയാതെ ഒരു കുടുംബം തകർത്തവൻ, ഇവൻ പരനാറി ചെറ്റാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇട്ടിരിക്കുന്നത്. കൊറിയൻ മല്ലു എന്ന് പറയുന്ന ആള് ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എന്തോ ആളോട് എന്തോ സംസാരിച്ചു. അപ്പൊ അതിന് ആള് അയച്ച റിപ്ലൈ ആണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഡാഷിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെ പറ എന്ന് ഹോട്ട് സ്റ്റേറ്റിൽ അഭിഷേക് ജയദീപ് ആണുള്ളത്. ഹായ് അഭിഷേക്. ഹായ്. ഓക്കെ, അപ്പോൾ 3 ആഴ്ചക്കാലം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അഭിഷേകാണ്. അതിനുശേഷം ഔട്ടായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആക്ച്വലി എന്തുകൊണ്ടായിരിക്കും ഔട്ടായിട്ടുണ്ടാവുന്നത്? അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഫിറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അവിടെ അതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ്, ജസ്റ്റ് ഒരു ഗെയിം ഷോ മാത്രമല്ല. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെയാണോ ഞാൻ റിയൽ ആയി ജെന്യൂൻ ആയി നിൽക്കാന്നാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ മേ ബി കണ്ടന്റ് വൈസ് മേ ബി ഞാൻ അത്ര പ്രേക്ഷകർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന അത്ര മേ ബി ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഔട്ടായ. താങ്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ ആ ഗെയിമിന് ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല താങ്കളെന്ന്? ആക്ച്വലി ഗെയിമിന് ഫിറ്റ് മീൻസ് വെറുതെ അനാവശ്യമായ ഫൈറ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഗെയിമിന് ഫിറ്റ്. ഇത് ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല, 2 എക്സ്ട്രീംസ് ഉള്ള ആൾക്കാരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരാൾ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരാൾ ഒന്നും പറയാത്തതായിരിക്കാം. അപ്പോൾ ഫിറ്റ് ഫോർ ദ ഷോ എന്നുള്ള ടേമിനെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഐ തിങ്ക് മേ ബി വളരെയധികം കണ്ടന്റ്സ് മേ ബി ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് നോയ്സും അതുപോലെ ആംഗ്രൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ആ ഒരു ബിഗ് ബോസിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൽ ജെനുവിൻ ആയിട്ട് നമ്മുടെ എന്താണ് ജെനുവിൻ ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റ്സ് വരണം. ഇപ്പൊ നമ്മൾ അവർ റിയാക്ട് ചെയ്യുന്ന രീതി അങ്ങനെ അത് വെച്ചിട്ടാണ്, അല്ലാണ്ട് അനാവശ്യമായി ഉണ്ടാക്കുന്നതല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ അഭിഷേക് എന്ന വ്യക്തി താങ്കളുടെ ഇൻട്രോ വീഡിയോയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഗെയിം ഒന്നും കാണുന്നില്ല ആ ഒരു പ്രോഗ്രാമിൽ, ബിഗ് ബോസ് പ്രോഗ്രാമിൽ അഭിഷേക് എന്നൊരു വ്യക്തി, അഭിഷേക് ജയദീപ് എന്നൊരു കണ്ടസ്റ്റന്റ് ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യും, ഒപ്പം എന്റർടൈൻ ചെയ്യും, അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്രത്തോളം ആ വാഗ്ദാനങ്ങൾക്ക് എത്രത്തോളമാണ് റിയാലിറ്റിയിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ അവിടെ പോയപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ശ്രീകുമാറായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാറി ഇരുന്ന് വിഷമിച്ചിരിക്കുന്നത് മാത്രം. അതിന്റെ ഇടയിലുള്ള കോൺവെർസേഷൻ, അതിന്റെ ഇടയിൽ പൂജ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ, അവരിതിൽ ഇടപെട്ട് ഞാനും പൂജയും തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും എപ്പിസോഡിലും ഇല്ല ലൈവും ഇല്ല. അപ്പൊ ലൈവ് എല്ലാം എഡിറ്റഡ് ആണ്. അപ്പൊ അവിടെ എന്റെ മറുപടി വന്നിട്ടില്ല. സെക്കൻഡ് ഡേ അഗെയിൻ ഇതിനൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പൊ അതിന് ഞാൻ റിയാക്ട് ചെയ്തതിനും മറുപടി ഇല്ല. അവര് ഫസ്റ്റ് ശ്രീകുമാർ പറയുന്നതും ദെൻ അവിടെ കട്ട് ചെയ്ത് ഞാൻ വിഷമിച്ചിരിക്കുന്നതും മാത്രം കാണിച്ചിട്ടില്ല. മേ ബി അവർ ഏഷ്യാനെറ്റിന് മേ ബി ഞാനൊരു വിഷമിച്ചിരിക്കുന്ന ആളാണ്, റിപ്ലൈ പറയാത്ത ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നീടുള്ള കേസസിലായാലും എന്റർടൈൻമെന്റിനാണെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ഒരു മറ്റൊരു ഡ്രാമ ടാസ്ക് ആണെങ്കിൽ അത് നല്ല വൈറലായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ പറ്റാവുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് കാണിക്കാത്തതാണ് മെയിൻലി.
ഓക്കെ, അപ്പോൾ അഭിഷേക് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഹോട്ട് സീറ്റിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും, ഐ മീൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ആ സ്റ്റേറ്റ്മെന്റ്സിന് എന്താണ് അഭിഷേകിന് പറയാനുള്ളത് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി അഭിഷേക് എന്നൊരു കണ്ടസ്റ്റന്റിനെ കൂട്ടമായിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ, കോൺട്ര ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, എന്താണ് കോൺട്ര ചെയ്യപ്പെട്ടത്, എന്തുകൊണ്ടായിരിക്കാം അഭിഷേക് എന്നൊരു വ്യക്തിയെ, കണ്ടസ്റ്റന്റിനെ എല്ലാവരും കൂടെ കോൺട്ര ചെയ്തത്? ബിഗ് ബോസ് കൂടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് എല്ലാം ഒന്നും പറഞ്ഞൊന്നും വന്നിട്ടില്ല എന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? റീസൺ എനിക്കറിയില്ല. മേ ബി ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഇപ്പൊ ഏതൊരു ഫൈറ്റ് ഉണ്ടാവുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നന്ദനയായിട്ട് ചെറിയൊരു ഫൈറ്റ് ഉണ്ടായാലും എല്ലാവരും നന്ദനെ വിളിച്ചുകൊണ്ട് പോയി അവരെല്ലാവരും ഗ്രൂപ്പായി അവർ ഡിസ്കസ് ചെയ്യുന്നു. എന്നോടാരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ആരും സംസാരിച്ചില്ല. ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിൽ ജാസ്മിന്റെ സാരിത്തുമ്പ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ ഗബ്രിക്കെതിരെ സംസാരിച്ചിരുന്നതായിരുന്നു ഈ സിജോ ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ, എല്ലാവരും മാറിയിരുന്ന് അവരെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഗാർഡൻ ഏരിയയിൽ മാറിയിരുന്നിട്ട് എനിക്കെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കോർണർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. മേ ബി ഞാനൊരു ഗ്രൂപ്പ്സില്ല, ഞാൻ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കോർണർ ചെയ്യുന്നത്, അറിയില്ല റീസൺ. ഓക്കെ, അപ്പോൾ ബിഗ് ബോസിൽ 100 ദിവസം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നന്നായിട്ട് വഴക്കിടാൻ പഠിക്കണം. ഒബ്വിയസ്ലി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് മേ ബി അതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അഭിഷേകിന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോരേണ്ടി വന്നു. മേ ബി ഞാൻ അത്ര അധികം ഫൈറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടില്ല. എന്റെ നേർക്ക് വരുന്നതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടാസ്കിലാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി അവർക്ക് വേണ്ടത് മേ ബി ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്സ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും മേ ബി. ഓക്കെ, അപ്പൊ എന്തായാലും അഭിഷേക് എന്ന വ്യക്തിയെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ബിഗ് ബോസിന്റെ എല്ലാ കാര്യങ്ങളും അഭിഷേക് പറഞ്ഞത് വന്നിട്ടില്ല എന്ന് കഴിഞ്ഞതിന് ശേഷം, പുറത്തിറങ്ങിയതിന് ശേഷം മനസ്സിലായി. എന്തായിരുന്നു അത് കണ്ടപ്പോഴുണ്ടായിരുന്ന ഒരു പ്രതികരണം? കണ്ടപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് ഞാൻ കൊടുക്കുന്നതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അഭിഷേക് ശ്രീകുമാറിന്റെ ആയാലും ആദ്യം മുഖത്ത് കരി അടിക്കുന്ന ഒരു വോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഞാൻ അവന്റെ ഫേസ് ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ട് അവന്റെ കണ്ണിൽ അത് കരി പോയി. എന്നിട്ട് ബിഗ് ബോസ് എന്താണിത് കണ്ണിൽ പോയി തേക്കരുത്, അത് അറിയാതെ പറ്റിയതാണ്, ഞാൻ അപ്പോളജൈസ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകാൻ പറഞ്ഞു. കഴുകിയിട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇത്തിരി ആക്കിയ പോലെ വെച്ചിട്ടുള്ളൂ. അത് തൊട്ട് ബാക്കിയുള്ള കേസസിലായാലും ഞാൻ പറയുന്ന റിപ്ലൈസ് ഒന്നുമില്ല. അവൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വിഷമിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് എന്താ ഇങ്ങനെ. അത് കഴിഞ്ഞ് എപ്പിസോഡ് ഞാൻ എടുത്ത് നോക്കി, 1-2 എപ്പിസോഡ് നോക്കിയപ്പോൾ മേ ബി എന്റെ സ്ക്രീൻ സ്പേസ് 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഞാൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്റെ ആക്ടിവിറ്റീസ് മാക്സിമം 2 to 5 മിനിറ്റ്സേ ഫുൾ എപ്പിസോഡിൽ വന്നിട്ടുള്ളൂ. പ്ലസ്സിൽ പോലും ഇപ്പൊ ഗബ്രി ആയിട്ടുള്ള ഫൈറ്റ് പോലും ജസ്റ്റ് ആ കട്ട്, അത് കഴിഞ്ഞിട്ട് അത് കുറെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഗബ്രി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് മേ ബി ഞാൻ ഭയങ്കര വീക്ക് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ പാവാണെന്നോ കാണിക്കാനാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഗബ്രിയുടെ ആ ഒരു സാരത്തുമ്പ് ഇഷ്യൂ അത് പരാമർശിച്ചു. അപ്പൊ അതിൽ തന്നെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വേറൊരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് ഇതിലേക്ക്, അതായത് ഗബ്രിയും മറ്റൊരാളും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിലേക്ക് കയറി വന്നതാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ ചെയ്തിരുന്നത് വന്നത് എനിക്കറിയില്ല. ബിക്കോസ് ആ ഒരു ഇഷ്യൂ അന്ന് ഉണ്ടായ ഇഷ്യൂ അല്ല, അതൊരു 1 വീക്ക് ആയിട്ട് അൻസിബ 24 hours കിച്ചണിൽ നിന്നിട്ട് ആ കുട്ടിക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരാരും ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. അപ്പോൾ ഒരു 2 to 3 days ആയിട്ട് ഞാനാണ് അൻസിബനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴേ അൻസിബ പറയുന്നുണ്ട് ഇപ്പം ഗബ്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് കുത്തുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് അത് ലാസ്റ്റ് ആ ടൈമിൽ പൊട്ടിയത്. ഞാൻ ആകെ ഇത്രേ പറഞ്ഞുള്ളൂ, കിച്ചൺ ഏരിയയിൽ നിന്ന് മാറി നിന്ന് ഫൈറ്റ് ചെയ്തോട്ടെ, കാരണം അവള് കാൽ ഓൾറെഡി അടിയിൽ സ്വെല്ലിംഗ് ആയി കുറെ നേരം നിന്നിട്ട്. അപ്പൊ അതിനെ പിടിച്ച് തുടർന്ന് ഞാൻ അനാവശ്യമായിട്ട് ഇതുവരെ അതിലൊരു വെള്ളിയും പിടിച്ചിട്ടില്ല. എന്റെ നേർക്ക് വരുന്നതോ എനിക്ക് അൺഫെയർ ആയി തോന്നുന്നതിന് മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു അതും. ജിൻഡോ ചേട്ടന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഉറക്കത്തില്, അത് എന്തായിരുന്നു? മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒന്ന് സംസാരിച്ചാണോ? അയ്യോ ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ നിങ്ങളപ്പോ എപ്പിസോഡ് കണ്ടില്ലേ, ജിൻഡോ ചേട്ടൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഉറക്കത്തിൽ എനിക്ക് എന്തോ ഇങ്ങനെ ഫീൽ ചെയ്തു. അല്ല, താങ്കള് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു സംഭവിച്ചു എന്നുള്ള രീതിയിൽ ചേട്ടന്റെ ഭാഗത്ത്. അതും താങ്കൾക്ക് കൂടുതൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? കണ്ടന്റിന് ആരെങ്കിലും ഇങ്ങനത്തെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അല്ല, അതിനുശേഷമാണെങ്കിലും താങ്കൾ ഇപ്പൊ സായിയോടാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അതിനുശേഷം സായി പല രീതിയിലൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പുറത്തു വന്ന എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമായ ഒരു കാര്യമാണ് സായി. ബിക്കോസ് സായി എന്റെ ബ്രദർ ആണെന്നാണ് ഞാൻ ആ റൂമിലിരുന്ന് പറയുന്നത്. എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര ബ്രദർലി ഫീലിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം രാത്രി എനിക്ക് ഫീൽ ചെയ്തു എന്തോ ടച്ച് ചെയ്യുന്ന പോലെ. എന്നിട്ട് ഞാൻ മാറ്റി, അത് ആൾ അറിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോഴാണ് ഞാൻ കൈ തട്ടി മാറ്റിയത്. അപ്പൊ ആള് കണ്ണ് തുറന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരെ അൺകംഫർട്ടബിൾ ആയപ്പോൾ ഞാൻ ഇറങ്ങി ടോയ്ലറ്റിൽ പോയിട്ട്, അപ്പോൾ സായി നേരത്തെ എന്തോ എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സായിനോടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ സായി പറഞ്ഞു നമുക്കിത്
നമ്മുടെ ടീം ഉണ്ടല്ലോ, ഡെൻ ടീമിലിരുന്ന് ഇതിനെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ ചേട്ടനോട് ചോദിച്ചപ്പോൾ ജിൻഡോ ചേട്ടൻ ആക്സെപ്റ്റ് ചെയ്തു. ആൾക്ക് എന്തോ ഉറക്കത്തിൽ പറ്റുന്നതാണ്, വീട്ടിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇനി നമുക്കിത് ഇഷ്യൂ ആക്കണ്ട. നോറ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, അത് നമുക്ക് മെയിൻ ഇതിൽ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്യൂ ആക്കണ്ട, ബിക്കോസ് ഒരാൾക്ക് ഒരു മെഡിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇനി അത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാന്നല്ലേ നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന എപ്പിസോഡ് കണ്ടപ്പോൾ സായി മാറി നിന്ന് പറയുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിറ്റി കാർഡ് ഇറക്കാനാണ്, കണ്ടന്റ് കിട്ടാനാണ്, ഇങ്ങനെ പറഞ്ഞാൽ പുറത്തു പോകുന്ന അറിയാന്നൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഹേർട്ടായി. ഓക്കെ, അങ്ങനെ ഒരു ജിൻഡോ ചേട്ടൻ പിന്നീട് എങ്ങനെയാണ് അച്ഛന്റെ സ്ഥാനം വഹിക്കുന്നത്? ജിൻഡോ ചേട്ടൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹഗ് ചെയ്ത് അവിടെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഇത് എപ്പിസോഡ്സിൽ കാണിച്ചിട്ടുണ്ടോന്ന് അറിയിട്ടില്ല, ജിൻഡോ ചേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും, എടാ നീ നന്നായി പെർഫോം ചെയ്യണം. ഇപ്പോൾ ഒരു ടാസ്ക് വരികയെന്ന് വെച്ചാൽ അതിന് മുന്നേ ഇതെങ്ങനെ പെർഫോം ചെയ്യണം, അങ്ങനെ എല്ലാത്തിലും എന്നെ ഭയങ്കരമായിട്ട് ജിൻഡോ ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊരു ഇഷ്യൂ വരികയാണെങ്കിലും മാറി നിന്ന് എൻ്റെ അടുത്ത് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മേ ബി 1-2 പേരുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. ഓക്കെ, അപ്പോൾ മറ്റ് വ്യക്തികളെ കുറിച്ച് ഇപ്പം ലവ് സ്ട്രാറ്റജി അവിടെ നടക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ലവ് സ്ട്രാറ്റജിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതേസമയം തന്നെ അഭിഷേകിന്റെ പേരുമായിട്ട് അർജുന്റെ പേര് കണക്ട് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ലവ് സ്ട്രാറ്റജി ഐ തിങ്ക് അവിടെ ഗബ്രി ജാസ്മിൻ ചെയ്യുന്നുണ്ട്. ശ്രീതു അർജുൻ ഐ തിങ്ക് അവര് നല്ല ക്ലോസ് ഫ്രണ്ട്സ്, അതിനുപരി ഒന്നുമില്ല. പക്ഷെ എന്തോ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, റസ്മിൻ ഒരു ലെറ്ററിൽ അങ്ങനെ എഴുതിയിരുന്നു എന്ന്, ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആൻഡ് ശ്രീതു അർജുൻ പോസിറ്റീവ്. അത് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ജിൻഡോ ചേട്ടൻ കുറെ വട്ടം അത് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അവര് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുന്നതാണോ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പിന്നെ എന്റെ അർജുന്റെ കേസ് എന്നോട് ഏഷ്യാനെറ്റ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ഇതാവാൻ. പക്ഷെ സായി അതിനകത്ത് വന്ന ഫസ്റ്റ് ഡേ പറഞ്ഞു, പുറത്ത് ഇങ്ങനെ നീയും അർജുനും കോംബോ ആയ ഹിറ്റ് ആവും എന്നുള്ളൊരു സംസാരം കണ്ടിട്ടുണ്ട് സായി. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഐ കോണ്ടാക്ട് ഉണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. സായി അത് ലവ് ട്രയാങ്കിള് എന്തോ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് തീരെ താല്പര്യമില്ല, ഇതിങ്ങനെ വന്നാൽ തന്നെ അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കണം, അല്ലാണ്ട് വെറുതെ നമ്മൾ പ്ലാൻ ചെയ്താൽ അത് ഭയങ്കര നെഗറ്റീവ് തന്നെ ആവുള്ളൂ. ഞാൻ അർജുനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടേ പെരുമാറിയിട്ടുള്ളൂ, അധികം ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ മേ ബി വന്നിട്ടില്ല എപ്പിസോഡിൽ. അപ്പോൾ ഗബ്രി ഓൾറെഡി എവിക്റ്റഡ് ആയി പുറത്തേക്ക് ഇറങ്ങി, ഇനിയിപ്പോൾ എന്തായിരിക്കും ജാസ്മിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഒക്കെ? ഐ തിങ്ക് ഇത് ജാസ്മിന് ഭയങ്കര പോസിറ്റീവ് ആവും, ബിക്കോസ് അവരുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ജബ്രി കോംബോ ആണ് അവരുടെ നെഗറ്റീവായി വന്നത്. അപ്പൊ ഇപ്പൊ ഗബ്രി പുറത്തു പോകുമ്പോൾ ജാസ്മിൻ ആക്ച്വലി നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ്, ഇപ്പൊ എന്ത് വന്നാലും നല്ലോണം പ്രതികരിക്കാൻ അറിയുന്ന ഒരാളാണ്. അപ്പൊ ഇനി ജാസ്മിൻ അത് തുടർന്ന് പോകുമ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ച് ഒബ്വിയസ്ലി ഒരു ടോപ്പ് 5 ജാസ്മിൻ എത്താൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഗബ്രി കറക്റ്റ് ടൈമിലല്ല പുറത്തായത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഗബ്രി ആക്ച്വലി നല്ല പ്ലെയർ ആണ്. ഏത് ടാസ്ക് വന്നാലും ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത് മേ ബി ഗബ്രി ആയിരിക്കും. പക്ഷേ ഇത് ഗെയിം മാത്രമല്ല, അതിനകത്ത് ഒരു എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ എന്നുള്ള ഒരു എലമെന്റും കൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗബ്രി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് പല സിറ്റുവേഷനിൽ പിന്നെ പല പറയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും പ്രേക്ഷകർക്ക് എന്തായാലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ്, നമ്മളിപ്പോ കമന്റ്സ് വായിച്ചാലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരുടെ വോട്ടാണല്ലോ ഫൈനൽ ചെയ്തത്. അപ്പൊ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഗബ്രി പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്നാണ് തോന്നുന്നത്? ഏറ്റവും കൂടുതൽ ടോക്സിക് എന്ന് പറയുന്ന അഭിഷേക് ഉണ്ടല്ലോ അവിടെ. പക്ഷെ ആള് ടോക്സിക് എന്ന് പറഞ്ഞ് വന്നാലും അതിനകത്ത് ആ യെല്ലോ കാർഡ് കിട്ടിയ പിന്നെ ആള് ടോക്സിസിറ്റി അധികം സംസാരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങള് തമ്മിൽ സംസാരിച്ച് ഞങ്ങളുടെ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്തത് എപ്പിസോഡിൽ വന്നിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോടുള്ള സമീപനം ഭയങ്കര നല്ലതായിരുന്നു, ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയായിരുന്നു പോയിക്കിരുന്നത്. അങ്ങനെ വളരെ ടോക്സിക് ആയിട്ട് വേറെ അതിൽ അങ്ങനെ ആരുമില്ല. ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒട്ടും പ്ലേ ചെയ്യാതിരിക്കുന്ന, ഗെയിം ഒന്നും അറിയാതെ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഏതെങ്കിലും 2 വ്യക്തികൾ അങ്ങനെയുണ്ടോ? ഒന്ന് ശരണ്യ ഇതുവരെ ഒരു ഗെയിം പ്ലേ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും അവർക്ക് എനിക്ക് തോന്നുന്നു ശരണ്യ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത് തന്നെ എന്റെ ഫാഷൻ സെൻസ് അല്ലെങ്കിൽ ഡ്രസ്സിങ് എനിക്ക് ഒന്ന് കാണിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ് ചെയ്യാൻ, അപ്പൊ അതിനൊക്കെയാണ് മെയിൻലി ഷോയില് വന്നതാന്ന് പറഞ്ഞേ. പിന്നെ ഗെയിം കളിക്കാത്തത് എനിക്ക് തോന്നുന്നു അഭിഷേക് ശ്രീകുമാർ ആയാലും ആദ്യത്തെ ഫൈറ്റ് ഒഴിച്ച് പിന്നെ അധികം ഒന്നിലും ഇടപെട്ടിട്ടില്ല തോന്നുന്നു, വെറുതെ ഇരിക്കുന്ന പോലെ തോന്നി. എന്നാലും ആൾക്ക് ഒരു ഫൺ എലമെന്റ് ഉണ്ട്, പക്ഷെ ഗെയിമിലോട്ട് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അഭിഷേക് 3 ആഴ്ചയോളം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു മൊമെന്റ് ഏതായിരുന്നു ബിഗ് ബോസിൽ? ഏറ്റവും സങ്കടം ഉണ്ടായ മൊമെന്റ് ലാസ്റ്റ് ഇപ്പം ഗബ്രിയായി ഫൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ എല്ലാവരും ഈ ബോയ്സ് എല്ലാം ടീം അപ്പ് ചെയ്ത് പുറത്തിരുന്ന് കുറ്റം പറഞ്ഞാൽ എനിക്ക് കാണാം, അവിടെ നിന്ന് മനസ്സിലാവും. ലൈക്ക് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടെ സംസാരിച്ചില്ല. ഇവരെല്ലാവരും ഈ ഗബ്രീനെ കുറ്റം പറഞ്ഞിട്ട് പോലും ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും അഗെയിൻസ്റ്റ് ആയി. പിന്നെ റസ്മിൻ ആണെങ്കിലും എനിക്കെതിരെ കുറെ സംസാരിച്ചു. അത് എപ്പിസോഡിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ തന്നെ ഗബ്രി പറഞ്ഞതാണ്, എനിക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് അപസ്മാര രോഗമാണ്, എന്റെ കയ്യിൽ താക്കോല് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവരാരും അതിനൊന്നും ആർക്കും റിയാക്ട് ചെയ്യാനില്ല. അവര് ഏഷ്യാനെറ്റ് അത് കട്ട് ചെയ്യുകയും ചെയ്തു. കാരണം പുറത്ത് അപസ്മാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു ഇഷ്യൂ ആവുമെന്ന് വെച്ചിട്ടായിരിക്കും.
അപ്പൊ അതിന് പോലും ആർക്കും റിയാക്ട് ചെയ്യാണ്ട് ഈ സാരിത്തുമ്പ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്യൂ ആക്കി, ഭയങ്കര. പിന്നെ പല ദിവസങ്ങളിലായാലും ഇവരെല്ലാം ഗ്രൂപ്പ് ഫോം ചെയ്ത് സംസാരിക്കുമ്പോഴും ഞാൻ റൂമിൽ വന്ന് കിടക്കും, കാരണം ഇവരാരും എന്നെ കൂട്ടുന്നില്ല, ഒരു ഗ്രൂപ്പിലോട്ട് അടുപ്പിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് കയറ്റി വിടാഞ്ഞത്? ബിക്കോസ് അഭിഷേക് ഒരു ഗേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്, അതുകൊണ്ട് കോൺട്രി ചെയ്യപ്പെട്ടതാകാം എന്ന എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിക്കാതിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. മേ ബി ഞാൻ കുറച്ചും കൂടി അവരോട് ഉള്ളിലേക്ക് വന്ന് ഞാൻ ഇപ്പം സായി ആണെങ്കിൽ തന്നെ കുറെ പ്ലാനിങ് ഉണ്ട്. ലൈക്ക് പവർ ടീമിൽ കയറണമെങ്കിൽ സിബിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കയറാന്നുള്ളതായിരുന്നു. എനിക്ക് എപ്പോഴും പെർഫോം ചെയ്ത് കയറണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പവർ ടീമിൽ കയറണം, ഫസ്റ്റ് ഞാൻ കൈവന്തിക്കും, ക്യാപ്റ്റൻസി ഞാൻ കൈവന്തിക്കും. പക്ഷെ സായി അത് കൈവന്തിക്കില്ല. അവരെല്ലാവരും പ്ലാൻ ചെയ്ത് ഗ്രൂപ്പായി അങ്ങനെ കളിക്കാനായിരിക്കും. മേ ബി അതിലൊന്നും ഞാൻ ഇൻവോൾവ് ആവാത്തതുകൊണ്ട് അവർ തന്നെ മാറ്റി നിർത്തിയതാവും. ഇനി കമ്മ്യൂണിറ്റി ബേസിസിലാണോ എന്ന് എനിക്ക് അറിയില്ല. അത് അങ്ങനെ ആവാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഗബ്രി ജാസ്മിന്റെ ഒരു സ്കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്കിറ്റ് ചെയ്യുന്നതിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും അവരെ അത് എത്രത്തോളം പേഴ്സണലി ഹേർട്ട് ആക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി നമ്മളോട് മെലോ ഡ്രാമ എന്നാ പറഞ്ഞത്. മെലോ ഡ്രാമ മീൻസ് അത് ഭയങ്കര ഓവർ ആക്കി നമ്മൾ കാണിക്കണം, നോർമൽ ഒരു ഡ്രാമ പോലെയല്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഹേർട്ട് ആയോന്ന് ചോദിച്ചാൽ അതൊരു കോമഡി രീതിയിലല്ലേ. പക്ഷെ എൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞിരുന്നു, ഈ നന്ദന അതിലെന്തോ ചുണ്ടൊക്കെ കടിച്ച് കാണിച്ചത് ഭയങ്കര വൾഗറായിട്ട് പുറത്തു പോയാൽ ഞങ്ങൾക്ക് വിഷമാവെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരും എല്ലാരും കാണിച്ചല്ലോ, ബാക്കിയുള്ള സ്കിറ്റുകളിലും അവർ കാണിച്ചല്ലോ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് ഔട്ടായി പോയിട്ടുണ്ട്. അതിലൊരു റോങ് എവിക്ഷൻ ആരുടേതാണെന്ന് തോന്നിയിട്ടുണ്ടോ? റോങ് എവിക്ഷൻ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം ഗബ്രിയുടെ എവിക്ഷൻ, ഗബ്രി ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ്, പക്ഷേ ഭയങ്കര നെഗറ്റീവായിട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി പ്രേക്ഷകർ വോട്ട് ചെയ്യില്ല. അപ്പം റോങ് എവിക്ഷൻ ആയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഇപ്പൊ എന്റെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. എന്താണ് അതിനെ പറയുന്നത്? ഇപ്പം അമ്മ എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് അമ്മയെ വീഡിയോസിലൂടെ ഒക്കെ കാണുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹത്തെ കുറിച്ച്, അമ്മയെ കുറിച്ച് പറയാനുള്ളത്? അമ്മ ഇത്ര ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. ലൈക്ക് ഞാൻ ഷോയിൽ പോകുന്നതിനെ കുറച്ച് മുന്നെയാണ് ഞാൻ, അതും ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം അമ്മ ഇത്ര എക്സ്പ്രസീവ് ആയിട്ട് മീഡിയയിലൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പം അത് കണ്ടിട്ട് ഇപ്പൊ എല്ലാം പോസിറ്റീവായിട്ടാണ് കമന്റ്സ് വരുന്നത്. അപ്പൊ വളരെയധികം സന്തോഷം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അച്ഛന്റെ ഒരു മെസ്സേജും കൂടി വന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും, കാരണം ഫാമിലി, അച്ഛന്റെ ഫാമിലി ആണെങ്കിലും കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലി ഒക്കെയാണ്. അപ്പൊ അത് പ്രശ്നമാവുന്ന വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ അച്ഛനും ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഇത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട്, അച്ഛന്റെ വീട്ടിലോട്ടാണ് ഞാൻ തിരിച്ച് പോകാൻ പോകുന്നത്. അപ്പം ഐ എം റിയലി ഹാപ്പി. ഓക്കെ, ഇപ്പൊ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പം അതിന് മുൻപാണെങ്കിലും കുറച്ച് സമയങ്ങൾ ഒരു ഇടവേളയിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആയതുകൊണ്ട് ഫാമിലിയിൽ നിന്നും മറ്റ് ആരിൽ നിന്നെങ്കിലും ഒക്കെ എതിർപ്പുണ്ടായിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഇത് പബ്ലിഷ് ചെയ്ത് ഞാൻ ഡയറക്ട്ലി ഹൗസിലാണ് കയറിയത്. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞത് അച്ഛന്റെ ഫാമിലിയിൽ നിന്ന് എന്തോ ഫാമിലി നെയിം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ പലർക്കും അറിയായിരുന്നു ഞാൻ പോകുന്നതിന് മുന്നേ. ഇപ്പൊ ഈ ടൈറ്റിലൊക്കെ വിൻ ചെയ്ത ടൈമിൽ, അതിൽ കഴിഞ്ഞിട്ട് ഏതോ ഒരു ഫ്രണ്ടിന്റെ മാരേജ് വന്നപ്പോ എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല, ബാക്കി എല്ലാരും ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാം. ഞാൻ എന്റെ ലോകം എന്റെ ഇതായിട്ട് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് അത്ര എഫക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫാമിലിയുടെ പേര് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴും അത് ഞാൻ പുറത്ത് വന്നിട്ട് അറിഞ്ഞ. അത് അമ്മേനെ വിളിച്ച് അച്ഛൻ പറയാ ചെയ്ത. അത്ര അവരുടെ റിലേറ്റീവ്സ് പറഞ്ഞു. ഇപ്പം അതിലങ്ങനെയാണല്ലോ, ഫുൾ നെയിം എഴുതി കാണിക്കുമല്ലോ. അപ്പൊ അത് യൂസ് ചെയ്യരുതെന്ന് റിലേറ്റീവ്സ് പറഞ്ഞു. അത് ചിലപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കാം. ഇപ്പൊ അച്ഛൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അത് ആ ദേഷ്യത്തിൽ പറഞ്ഞാന്നൊക്കെയാ പറയുന്നത്. മേ ബി. ഓക്കെ, ഇനിയിപ്പോ ഞാൻ കുറച്ച് കണ്ടസ്റ്റന്റിന്റെ പേര് പറയാം. അവർ ഏത് രീതിയിലാണ് ഗെയിം ഒന്ന് മാറ്റി കളിക്കേണ്ടത് എന്ന് തോന്നുന്നത് എന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് നമ്പർ ജാസ്മിൻ ഇപ്പം ഗബ്രി പോയല്ലോ. അപ്പൊ ഇനി ഒരു കോംബോ പിടിക്കാതെ ആളുടെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞ് നല്ല രീതിയിൽ പോവാണെങ്കിൽ ജാസ്മിൻ ഉറപ്പായിട്ടും നല്ല രീതിയിൽ എത്താം. ഇതുപോലെ തന്നെ തുടർന്നാൽ മതി. ശ്രീതു ക്യാപ്റ്റൻ ആയപ്പോ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഇപ്പൊ വീണ്ടും വീക്കായി. ശ്രീതുവിനുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ അർജുനായിട്ടുള്ള കോംബോ ആണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവര് ക്യാപ്റ്റൻ ആയപ്പോ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് എല്ലായിടത്തും എല്ലാ കാര്യത്തിലും അത് ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീതുവിന് അടിപൊളിയാണ്. ജിൻഡോ ചേട്ടൻ ഇപ്പൊ പോണ പോലെ തന്നെ പൊക്കോട്ടെ. ആള് നല്ല അടിപൊളി ഗെയിമറാ. ആൾക്കറിയാം എന്ത് ചെയ്താലാണ് പുറത്തത് വൈറൽ ആവുക, അല്ലെങ്കിൽ എങ്ങനെ അത് കത്തുന്നു നല്ലപോലെ അറിയാം. അപ്പൊ ഇതുപോലെ തന്നെ പോയ ആൾക്ക്, പിന്നെ ആള് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടന് നല്ല രീതിയിൽ കളിക്കും. ശ്രീരേഖ ചേച്ചി
ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഡബിൾ ഫേസ് ആയിട്ട് കളിക്കുന്നത്. അത് മാറ്റി അവർ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഈ ഒരു പരിപാടി കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ജെനുവിൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റി അതിനെയായിരിക്കും ഇഷ്ടപ്പെടുക അല്ലെ. ഇപ്പൊ തന്നെ ഇന്നലത്തെ എന്തോ ഒരു ഷോട്ട് കണ്ടപ്പോൾ ജാസ്മിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇതേ ശ്രീരേഖ ചേച്ചി എന്റെ അടുത്ത് 24 hours കാണുമ്പോൾ ജാസ്മിനെ കുറിച്ച് കുറ്റം മാത്രം പറയുന്ന ആളാണ്, പക്ഷെ മുന്നിൽ അവരെന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് വേറെ പറയുന്നു. അപ്പൊ അതുപോലെയുള്ള ഡബിൾ ഫേസ് അവർ മാറ്റുവാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോവാം. അപ്സര നല്ലൊരു ഗെയിം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ ഈ ഇടയ്ക്ക് അവരും ഭയങ്കര ഡൗൺ ആയി. അവർ പറയേണ്ട ഇടത്തൊന്നും പറയുന്നില്ല. ഫൺ ആക്ടിവിറ്റി വരുമ്പോൾ മാത്രം സ്ട്രോങ് ആയി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇനി അപ്സര ചേച്ചി പഴയ ഒരു 1-2 വീക്സിൽ നിന്നിരുന്നില്ലേ നല്ല സ്ട്രോങ് ആയിട്ട്, അതുപോലെ നിന്ന് അപ്സര ചേച്ചിക്ക് അടിപൊളിയായിരിക്കും. അർജുൻ ആക്ച്വലി ഞാൻ പോയ 3 വീക്സ് ഞാൻ അർജുൻ ഒന്നും മിണ്ടി ഞാൻ കണ്ടിട്ടില്ല. അർജുൻ ഈ ശ്രീതു കോംബോ ഉണ്ട്, പിന്നെ നല്ല ക്യൂട്ടായിട്ട് സംസാരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയുവാണെങ്കിൽ ഒപ്പീനിയൻ അവൻ എന്തായാലും പോകാം. പക്ഷെ മേ ബി ഫിസിക്കൽ ഇഷ്യൂസ് എന്നും പറയുന്നുണ്ട്, ഫുഡിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും ഭയങ്കര വീക്ക് ആയിരുന്നു ആ 3 വീക്സ്. അപ്പൊ ഇനി കുറച്ചുകൂടി ആക്റ്റീവായ അവന് നല്ല പോലെ കളിക്കാം. അൻസിബ ഇപ്പൊ എനിക്ക് തോന്നുന്നു പവർ ടീമിൽ കയറി. ഇപ്പൊ ഞാനൊരു ഷോട്ട് കണ്ടു, എന്തോ പവർ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ സ്ട്രോങ് ആയി നിന്ന എനിക്ക് തോന്നുന്നു വിന്നർ ആവാൻ പറ്റുന്ന ആളാണ്. ബിക്കോസ് ക്യാരക്ടർ അവരുടെ അടിപൊളി ക്യാരക്ടറാണ്, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആളാണ്. അപ്പൊ അൻസിബ ഒന്ന് ഗെയിമിലും കൂടി സ്ട്രോങ് ആയ എന്തായാലും വിന്നർ ആവാം അൻസിബയ്ക്ക്. ഓക്കെ, അപ്പോൾ അഭിഷേകിന് ഒരു ചാൻസ് വരാണ് ബിഗ് ബോസിലെ 3 പേരെ എവിക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ആരെയൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഉള്ളവരില് ഒന്ന് ശരണ്യ, ബിക്കോസ് അവർ ഗെയിം ഒന്നും കളിക്കുന്നില്ല. രണ്ടാമത്തേത് ശ്രീരേഖ ചേച്ചി, ബിക്കോസ് ഭയങ്കര ഡബിൾ ഫേസ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. തേർഡ് ഞാൻ ഉള്ളിൽ നിന്നെങ്കിൽ ഞാൻ അത് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇപ്പം എന്റെ എപ്പിസോഡ്സ് കണ്ടപ്പോൾ ഞാൻ സായിയുടെ പറയുന്നു. സായി അവിടെ ചിത്തപ്പേര് മാറ്റി നല്ലൊരു മനുഷ്യനാവാൻ ആണെന്ന് കാണിക്കാൻ അഭിനയിച്ച് നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് പോയ ആള് ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ആള് മാറിയിരുന്ന് കുറ്റം പറയുന്നൊക്കെ കാണുമ്പോൾ തീരെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായി. അപ്പൊ സായി, തേർഡ് സായി. ഓക്കെ, അപ്പോൾ ഒരുപാട് കണ്ടസ്റ്റന്റ് ഔട്ടായി പുറത്തേക്ക് പോയി. അതിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ ഉള്ളിലേക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആരെ ചൂസ് ചെയ്യും? മേ ബി ഞാൻ ഗബ്രിയുടെ പേര് പറയും. പക്ഷെ ഗബ്രി ഉള്ളിലേക്ക് വരുവാണെങ്കിൽ കോംബോ പിടിക്കാതെ അവന്റെ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ടുള്ള ഗെയിം കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ ഞാൻ ഗബ്രീനെ പറയാം. ബിഗ് ബോസിൽ ഏറ്റവും കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ക്രൂക്കഡ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആരായിരിക്കും? ക്രൂക്കഡ് ആയിട്ട് ഗെയിം കളിക്കുന്നത് ജിൻഡോ ചേട്ടനാണെന്ന് തോന്നുന്നു. കണ്ണിങ് ഇൻ ദ സെൻസ് ആൾക്ക് നല്ല ഗെയിമർ, ആള് എന്താ പറയാ പഠിച്ച ഗെയിമർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആള് കാണിക്കുന്ന ആൾക്ക് ഉള്ളിൽ ഒരു ഇന്നസെൻസ് ഉണ്ട്. പക്ഷെ അതുപോലെയല്ല, ഗെയിം വരുമ്പോൾ ആൾക്ക് അറിയാം എങ്ങനെ പ്രേക്ഷകർ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഒരു എന്റർടൈനർ ആയിട്ട് എനിക്ക് ജിൻഡോ ചേട്ടനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും ജിൻഡോ ചേട്ടൻ നമ്മുടെ അടുത്ത് വന്ന് പറയും ഇത് ഇന്ന് കേരളത്തിൽ കത്തും, ഇത് അടിപൊളിയായിരിക്കും. അപ്പൊ ആൾക്ക് നല്ലൊരു പ്ലാൻ, വിഷൻ ഉണ്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന്. അതേസമയം തന്നെ പ്രേക്ഷകര് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ മണ്ടത്തരാണോ അല്ലെങ്കിൽ ഇന്റലിജന്റ് ആണോ, ഒരു രണ്ട് വേരിയന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. കറക്റ്റ് എന്താണ് ജിൻഡോ എന്നുള്ള ഒരു വ്യക്തി? ആക്ച്വലി 2 വേരിയന്റ് ഉണ്ട് ആളുടെ ഉള്ളില്. ആള് കാണിക്കുന്നത് പലതും എന്താണ് ഒരു ഇന്നസെൻസും കൂടിയിട്ടാണ് ആള് കാണിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മള് ചിലരിപ്പം ജാസ്മിനോ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നും. പക്ഷെ ജിൻഡോ ചേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞാലും ആളൊരു ഇന്നസെന്റ്, ഒരു കുട്ടിത്തം ആളുടെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോ അന്ന് തന്നെ നമ്മൾ ചീത്ത പറഞ്ഞാലും വൈകിട്ടാവുമ്പോ നമുക്ക് ഓക്കെ ആണ്, ആള് പാവല്ലേ എന്നുള്ള ഒരു ഫീല് വരാറുണ്ട്. പക്ഷെ ആ ഒരു ഇന്നസെൻസും കുട്ടിത്തം ഒക്കെ നമുക്കൊരു അഭിനയമായിട്ട് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്, ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാനിപ്പം ആദ്യത്തെ ദിവസം വരുമ്പോൾ തന്നെ ജിൻഡോ ചേട്ടൻ മാല ഇട്ടിട്ട് കയറിയതാണ്, ലൈക്ക് ആളെ ടാർഗറ്റ് ചെയ്ത് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനകത്ത് ചെല്ലുമ്പോൾ എനിക്ക് ആള് ശരിക്കും ഇപ്പൊ ഒരു ടാസ്കില് ഏത് കയ്യിലാണ് പൂവ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്, ഒരു കൈ തുറന്നിട്ട് ഇതിൽ ഏതിലാ പൂന്ന് പറഞ്ഞിട്ട് ആള് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആള് ശരിക്കും ഒരു കുട്ടിത്തം അല്ലെങ്കിൽ ഒരു ഇന്നസെന്റ് ആണ്, ജെന്യുവൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ഓക്കെ, ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലെ റിയൽ ക്യാരക്ടർ മാറ്റി വെച്ച് അഭിനയിക്കുന്നത് ആരാണെന്ന് തോന്നിയിട്ടുള്ളത്? അഭിനയിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ സായിയുടെ കേസ് സായി ഓൾറെഡി പറഞ്ഞിരുന്നു. പുറത്ത് നെഗറ്റിവിറ്റി മാറ്റി എനിക്ക് നല്ലൊരു ഹ്യൂമൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അധികം ഇടപെടില്ല, ഞാൻ അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടാണ് സായി നിൽക്കുന്നത്. പിന്നെ റിയൽ ഫേസ് മാറ്റിയിട്ട് മേ ബി എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഗബ്രിയുടെ ആ ഒരു ലവ് ട്രാക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഫേക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുണ്ട്. ഓക്കെ, ഇപ്പൊ ജാസ്മിന്റെ കാര്യത്തിലാണെങ്കിൽ വൃത്തിയില്ലായ്മ എന്നൊരു ടാഗ് ഒരുപാട് ജാസ്മിൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിഷേക് അതിനുള്ളിലേക്ക് കയറിയപ്പോ എന്താണ് തോന്നിയത്? വൃത്തിയില്ലായ്മ ആക്ച്വലി ഉണ്ട്, പക്ഷെ ഞാനത് പലപ്പോഴും പറയണ്ടെന്ന്, ഇപ്പൊ സിബിന ആയാലും ഭയങ്കരമായിട്ട് പറയുമ്പോൾ ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരാളെ കുറെ കോർണർ ചെയ്ത് എല്ലാവരും രാവിലെ തന്നെ വൃത്തിയില്ല എന്ന് പറയുമ്പോൾ അവർ ഇമോഷണലി ഭയങ്കര ഹേർട്ട് ആവുമല്ലോ. പക്ഷെ ആക്ച്വലി വൃത്തിയില്ലായ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
ആളുടെ ഇപ്പൊ നമ്മൾ വീഡിയോസിൽ കണ്ടല്ലോ തുമ്മുന്നതായാലും അങ്ങനെ പല. പിന്നെ എന്റെ അടുത്തിരുന്നിട്ടായിരുന്നു ഒരു ദിവസം കാലില് നഖം കടിക്കുന്നത്. അത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ പുറത്തുനിന്ന് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് ആയി. അപ്പം കുറച്ചും കൂടി ഹൈജീനിക് ആവാം എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഗബ്രി എവിക്ട് ആവുന്ന ആ ഒരു സമയം തന്നെ ജാസ്മിൻ ഒരുപാട് കരഞ്ഞുകൊണ്ട് ഉള്ള ഒരു മൊമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തോന്നിയപ്പം ശരിക്കും എത്രത്തോളം റിയൽ ആയിരിക്കും അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് എന്താണ് തോന്നുന്നത്? അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് റിയൽ ആണ്. കാരണം ഒരു ഇപ്പൊ 50-60 ഡേയ്സ് ആയല്ലേ, 60 ഡേയ്സോളം ഒരാളോട് മാത്രം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയും മാത്രം സംസാരിച്ചിരിക്കുന്നത് 24 hours അവർ ഒരുമിച്ചാണ്. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഫ്രണ്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമം വരുമല്ലോ. അപ്പൊ ആ കരച്ചിൽ റിയൽ ആണെന്ന് തോന്നിയിട്ടുള്ളത്. പക്ഷെ അവര് പ്രണയമായിട്ട് കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടന്റിന് വേണ്ടി കാണിക്കുന്നതാണ്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഇസ് റിയൽ. നമ്മൾ ഒരേ വീട്ടിൽ തന്നെ ഒരുപാട് ദിവസം നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അഭിഷേക് എന്ന ഒരു വ്യക്തിക്ക് ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടോ? ക്രഷ് അങ്ങനെ എനിക്ക് ആരോടും തോന്നിയില്ല. ബിക്കോസ് ഞാൻ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയി. ബിക്കോസ് ഫുഡ് ഇല്ല. ഞാൻ 10 കിലോ 22 ഡേയ്സിൽ പോയി. അപ്പോൾ ഫിസിക്കലി ഡൗൺ ആയി, ഇമോഷണലി ഡൗൺ ആയി, ഭയങ്കര കോർണർ ചെയ്യപ്പെടുമ്പോൾ എനിക്ക് ആകെ വരുന്ന ഒരു ഇമോഷൻ വിഷമം മാത്രമാണ്. അവിടെ ക്രഷ് ആയിട്ട് എനിക്ക് അർജുനായിട്ട് നല്ല ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഉണ്ടായിരുന്നു. ക്രഷ് ആയിട്ട് എനിക്ക് അവിടെ ആരും തോന്നിയില്ല. ചിലരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം അഭിഷേകിനാണെങ്കിലും നല്ലൊരു ഫ്രണ്ട്ലി ബോണ്ട് ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം അഭിഷേകിന്റെ ഇൻസ്റ്റാഗ്രാം വാളിലാണെങ്കിലും ജാസ്മിന്റെ കൂടെയുള്ള ഒരു ചെറിയൊരു വീഡിയോ മദ്രാസി പട്ടണത്തിലെ ഒരു സോങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ജാസ്മിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ? ജാസ്മിനായിട്ട് ഞാൻ കയറിയപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എനിക്ക് ജാസ്മിന്റെ ഒരു ഫൺ എലമെന്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അവൾ എന്ത് പറഞ്ഞാലും നല്ല കോമഡി പറയും. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു വോട്ടിംഗ് ടാസ്ക്, ബാലറ്റിൽ വോട്ട് ഇടണേൽ ജാസ്മിൻ എനിക്കാണ് വോട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് ജാസ്മിനെ പേഴ്സണലി അവളുടെ ഒരു ഫൺ എലമെന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പം ഇവര് കോംബോ ആയിട്ട് ഇപ്പൊ ഫുഡ് തന്നെ എടുക്കുമ്പം ജാസ്മിൻ ആദ്യം പോയി ഗബ്രിയുടെയും ജാസ്മിന്റെയും ഒരുമിച്ച് എടുത്ത് വെക്കും. പിന്നെ ഞാൻ ഒരു ദിവസം എന്തോ മീൻ വറുത്ത എന്തോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുക്കാൻ പോയപ്പോ ഗബ്രി അത് എവിടെ വെക്ക്, ഇത് എനിക്കുള്ളതാ, അടുത്ത് അത് ജാസ്മിനുള്ളതാ. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. പിന്നെ ചില ആള് ഫൈറ്റ് ചെയ്യുമ്പോഴായാലും ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജ്, അതിനൊക്കെ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും ആസ് എ ഫ്രണ്ട് എനിക്ക് ജാസ്മിനെ നല്ല ഇഷ്ടമായിരുന്നു ഉള്ള ടൈമിൽ. ഓക്കെ. അപ്പോൾ അഭിഷേക് ജയദീപ് എന്ന വ്യക്തി ഇനി എന്താണ് മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? മുന്നോട്ട് ഇപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അപ്പൊ അതെന്തായാലും ഞാൻ ബേസിക്കലി അത് വെക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മോഡലിംഗിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അതിലെനിക്ക് പെർസ്യൂ ചെയ്യണം, കൂടുതൽ ടൈറ്റിൽസ് വിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഓൾറെഡി 1-2 ഷോ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോവുകയാണെങ്കിൽ അത് പെർസ്യൂ ചെയ്യാനാണ് ആഗ്രഹം. ലൈഫിലേക്ക് ഇനി ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ എന്തെങ്കിലും സ്വപ്നം, ആഗ്രഹം? അങ്ങനെ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഇത് നമ്മളൊരു സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല. അത് ലൈക്ക് നമ്മൾ കുറെ ചിന്തിച്ച് മേ ബി കുറെ അറിഞ്ഞിട്ടൊക്കെ എന്തായാലും ഞാൻ റിലേഷനിലേക്ക് പോകുള്ളൂ. എന്തായാലും ഇപ്പൊ പെട്ടെന്ന് ഞാൻ എന്തായാലും എനിക്ക് എന്റെ ഡ്രീംസും അതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു വ്യക്തി വരുവാണെങ്കിൽ എന്തായാലും ഇപ്പൊ എന്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് ഒരു 22 ഡേയ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവരുടെ സ്വഭാവം അതുപോലെ അറിയണം. അങ്ങനെ അറിഞ്ഞ് എന്തായാലും നോക്കാം. ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇനിയിപ്പോൾ ടോപ്പ് 5 വരുന്ന ഒരു 5 കണ്ടസ്റ്റൻസിന്റെ പേര്? ടോപ്പ് 5 ആക്ച്വലി ഇപ്പം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ കുറവാണ് അല്ലേ. അപ്പം മേ ബി എനിക്ക് 1-2 പേരെ പറയാൻ ഇപ്പൊ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ജിൻഡോ ചേട്ടൻ എന്തായാലും ടോപ്പ് 5 ഉണ്ടാവും. ബിക്കോസ് ആള് നല്ല എന്റർടൈനിങ് ആയിട്ട് പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് 5 ഐ തിങ്ക് സിജോക്ക് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഞാൻ പറയുന്നത് പുറത്തുള്ള സപ്പോർട്ട് വെച്ചിട്ടാണ് കേട്ടോ. കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സിജോ വരാനുള്ള ചാൻസ് തോന്നുന്നുണ്ട്. പിന്നെ ഐ തിങ്ക് ജാസ്മിൻ തേർഡ്. ഇതുപോലെ നല്ല രീതിയിൽ സ്ട്രോങ് ആയി നിന്നാൽ ജാസ്മിന് എത്താം. പിന്നെ അതിലാരും എനിക്ക് അങ്ങനെ ഭയങ്കര വിന്നിങ് മെറ്റീരിയൽ ആയിട്ട് ഇപ്പൊ തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ അഭിഷേകിന് ഇപ്പം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഒക്കെ ലഭിക്കുകയാണ്. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു ബിഗ് ബോസ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം? ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചീനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലോട്ട് വരണോ, അടി കിട്ടുമോ, അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു അല്ലടാന്ന്, ഇപ്പം എല്ലാവരും പോസിറ്റീവായിട്ടാ പറയുന്നേ, അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ കമന്റ്സ് വായിച്ചപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി എന്നല്ലേ വരുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ഹേറ്റഡ് ഓൾറെഡി ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പം അതിന്ന് എനിക്കിങ്ങനെ പോസിറ്റീവ് കമന്റ്സ് വരുമ്പോൾ വളരെയധികം സന്തോഷം. തീരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇപ്പം കൊറിയൻ മല്ലിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു.
മറ്റ് അഭിഷേക് ആണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇപ്പം അഭിഷേക് ജയദീപ് എന്ന് നമ്മൾ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു വിഷയം കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് റിയാലിറ്റി? അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ പ്രതികരിക്കാത്തത് സോഷ്യൽ മീഡിയയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരാൾക്ക് പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പം പോസിറ്റീവ് വരുന്നത് മേ ബി ആൾക്കാർക്ക് രണ്ട് ഒപ്പീനിയൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്ന ആള് ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആള് കുറെ ഇപ്പൊ ഏതൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുടെ പോസ്റ്റ് എടുത്താലും ആളുടെ അതിൽ വളരെ മോശമായിട്ടുള്ള കമന്റ്സ് കാണാം. ഇപ്പൊ നമ്മുടെ പ്രാൻഷു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി സ്യൂസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുള്ളിങ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വീഡിയോയിലെ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ആരാന്ന് അറിയത്തുണ്ടായിരുന്നു. അതില് ആൾ പറഞ്ഞത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിന്ന് ഒരാൾ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ അങ്ങനത്തെ ഒരു എന്താണ് അങ്ങനെ മോശമായ ഒരാൾ കൂടി പോയി കിട്ടി, ഒരു കുട്ടി മരിച്ചതിനുള്ള കമന്റ് ആണ്. അപ്പൊ അതിന് റിപ്ലൈ ഇട്ടിട്ടാണ് നമ്മുടെ ഒരു ഫൈറ്റ് തുടങ്ങുന്നത്. ഇത് കുറെ മാസങ്ങൾക്ക് മുന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഏതോ ജാസിയോ അവരുടെയൊക്കെ കമന്റിൽ എനിക്ക് ആ വേർഡ് പറയാൻ പറ്റില്ല, അത്ര മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ഇട്ടത്. അപ്പൊ അതിലെന്തോ ഞാൻ റിപ്ലൈ ആയിട്ട് ഞാൻ എന്തോ ആളോട് എന്തോ സംസാരിച്ചു. അപ്പൊ അതിന് ആള് അയച്ച റിപ്ലൈ ആണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഡാഷിൽ, അതെനിക്ക് പറയാൻ പറ്റില്ല, അത്ര മോശമായിട്ടുള്ള ഒരു കമന്റ് ആണ് അയാൾ ഇട്ടത്. അച്ഛനെ ചേർത്തുകൊണ്ടാണ് ഇട്ടത്. ആ സമയത്ത് ട്രിഗർ ആയിട്ട് അതേ മറുപടിയാണ് ഞാൻ ഇപ്പം ആള് കാണിച്ചിട്ടുള്ള കമന്റ്, ആള് പോസ്റ്റ് ചെയ്ത കമന്റ്, അതിനുള്ള റിപ്ലൈ ആണ് ആ ഒരു കമന്റ്. ആള് പറഞ്ഞ സെയിം ഇതില്. പക്ഷെ ആളിത് പോസ്റ്റ് ഇട്ടപ്പം ആ ഒരു റിപ്ലൈ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അതിന് മുകളിലുള്ള കമന്റ്സ് ഇല്ല? ഓൺലി ആ റിപ്ലൈ അല്ലേ പുറത്ത് സ്ക്രീൻഷോട്ട് വൈറലായിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് അതിന് മുകളിലുള്ള കമന്റ്സ് ആൾ ഇടാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, ഇത് ഒരു മാസം മുന്നേ നടന്നൊരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിക്കാതെ? എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നുറപ്പുള്ള ഞാൻ ബിഗ് ബോസ് ഷോന് ഉള്ളിലുള്ള സമയത്ത് മാത്രം അതിന്റെ റിപ്ലൈ എന്തുകൊണ്ട് വന്നു? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എനിക്കുള്ളത്. പിന്നെ ഇയാളെ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കാനാണെങ്കിൽ അദ്ദേഹം എൻ്റെ അച്ഛനെ ചേർത്ത് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ ആള് പറയുന്നു എൻ്റെ മകനെ വെച്ച് പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛന് ഞാനൊരു മകനല്ലേ? അപ്പൊ ആ പറഞ്ഞത് തെറ്റല്ലേ? അതിന് ഞാൻ വളരെയധികം ആ സമയത്ത് എനിക്ക് എൻ്റെ കൺട്രോൾ പോയി, ബിക്കോസ് അച്ഛനെ ചേർത്ത് പറഞ്ഞതിന്. അപ്പൊ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഒരു 2 മിനിറ്റ്സിൽ ഞാൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്തു. ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ഞാൻ ഇട്ടൊരു കമന്റ് ആയിരുന്നു. അത് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഈ പുറത്ത് വന്നപ്പോൾ ഈ ഒരു റിപ്ലൈ മാത്രമാണ് അവരെടുത്ത് ഇട്ടത്. ഇത് കണ്ട് കുറെ യൂട്യൂബ് ചാനൽസ് കാര്യം അറിയാതെ ഒരു കുടുംബം തകർത്തവൻ, ഇവൻ പരനാറി ചെറ്റ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇട്ടിരിക്കുന്നത്. അവരെന്തുകൊണ്ട് ചോദിക്കുന്നില്ല, ഇയാൾ എന്തുകൊണ്ട് കോർട്ടിൽ പോകുന്നില്ല, എന്തുകൊണ്ട് ലീഗലി ഇതിന് മൂവ് ചെയ്യുന്നില്ല? അപ്പൊ അയാൾക്കറിയാം അയാൾ ഇട്ടതിനുള്ള റിപ്ലൈ ആണ്. റിപ്ലൈ ഇസ് റോങ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞതും തെറ്റാണ്. അതിനൊരിക്കലും കൊറിയൻ മല്ലുവിനോട് ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല. ബട്ട് ഇത് കണ്ടിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള പുറത്തുള്ള ഫാമിലീസോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഇത് കാണുന്ന കുറച്ച് മലയാളി ഓഡിയൻസിനോട് ഞാൻ എൻ്റെ ബോട്ടം ഓഫ് മൈ ഹാർട്ടിൽ നിന്ന് ഞാൻ അപ്പോളജി ചെയ്യുകയാണ്. പക്ഷെ കൊറിയൻ മല്ലുവിന് ഒരിക്കലും മാപ്പില്ല, ബിക്കോസ് അയാൾ ഇട്ടതിനുള്ള റിപ്ലൈ ആണ്. ഇനി ഇത് കണ്ടിട്ട് ഇപ്പം മേ ബി കൊറിയൻ മല്ലു ഇതിനൊരു റിപ്ലൈ വീഡിയോ അത് കണ്ടിന്യൂ ചെയ്തിന് യൂട്യൂബ് മേ ബി ആഘോഷിക്കുമായിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് ഇതിനൊരു റിപ്ലൈയോ ഇതിന്റെ ആള് പറയുന്നതിന് റിപ്ലൈയോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇഫ് ഹി വാണ്ട് ടു കണ്ടിന്യൂ, കോർട്ടിൽ പോയിക്കോളൂ. കോർട്ടിൽ പോകുമ്പോൾ എന്താ സൈബർ സെല്ലിന് ഇൻസ്റ്റയിലെ കമന്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ, റിക്കവർ ചെയ്യട്ടെ. അങ്ങനെ കോർട്ടിലല്ലേ മകന് ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛൻ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ പറയാൻ പറ്റാത്തൊരു സമയത്ത് മാത്രം എന്തുകൊണ്ട് റിപ്ലൈ ചെയ്തു? പിന്നെ ഇയാൾ എൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തില്ല. പക്ഷെ ഇയാൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഓഡിയോ എൻ്റെ ഫോണിലുണ്ട്. പിന്നെ ഇയാൾ ഇട്ടൊരു കമന്റ്, ഒരു ചെറിയൊരു കമന്റും എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ്, ഏറ്റവും മോശം പ്രകടനം ഉള്ള കണ്ടസ്റ്റൻസ് ഈ ഒരു സീസണിലാണെന്ന് കേൾക്കുന്നുണ്ട്. മോശം പ്രകടനം മീൻസ് ആക്റ്റീവ് അല്ലാന്നാണോ ഉദ്ദേശിക്കുന്നത്? ആക്റ്റീവ് അല്ലാന്നും ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ബിഗ് ബോസ് സീസൺസ് കണ്ടു കഴിഞ്ഞു, ഒരുപാട് നല്ല രീതിയിലുള്ള ഗെയിം ഒക്കെ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു സീസണിലാണ് കണ്ടസ്റ്റൻസ് അത്ര പോരാ, അങ്ങനെ പല വിധത്തിലുള്ള കോമന്റ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ഈ ഒരു സീസണിൽ ഒരു വിഷയമേ ഉള്ളൂ, മെയിൻലി ജാസ്മിൻ ഗബ്രി എന്ന വിഷയം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനകത്ത് പോയപ്പോഴും ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള ഫൈറ്റ്സ് മാത്രമേ വീട്ടിലുള്ളൂ. വേറെ എന്താ ഇതിൽ ഇടപെടുന്ന ജിൻഡോ ഒരു ഫൈറ്റ് ആവുന്നു. വേറെ ഇപ്പം നമുക്ക് പറയാനോ സംസാരിക്കാനോ അതിനകത്ത് ഇഷ്യൂസ് ഇല്ല. ഇപ്പം ഞാനും അഭിഷേകും വന്നപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് സംസാരിച്ചുള്ള ഇഷ്യൂ ഉണ്ട്. അതിന് സംസാരിച്ച ഉടനെ തന്നെ അനൗൺസ് ചെയ്യാണ് ഈ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റേസിസത്തിനെ കുറിച്ച്, ഇപ്പൊ ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജിൻഡോ ചേട്ടനെ പറഞ്ഞ ഒരു റേസിസ്റ്റ് കമന്റ് ആണ്. അപ്പൊ ഞാൻ റേസിസത്തെ കുറിച്ച് സംസാരിച്ചു. ഇതിങ്ങനെ പാടില്ല, ഒരു കോമഡി ആണെങ്കിലും അത് പാടില്ല എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് വന്ന നോട്ടീസ് ആണ് അഭിഷേക് ഇവിടെ റേസിസത്തെ കുറിച്ചോ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ സംസാരിക്കാൻ പാടില്ല. അവിടെ എൻ്റെ വായടഞ്ഞു.
പിന്നെ ഞാൻ ഈ LGBTQ കുറിച്ച് ഇതിനെ പറഞ്ഞത് അതിന് ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും അനൗൺസ് ചെയ്തു ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സംസാരം, ഇതെല്ലാം വായ മൂടി കെട്ടിക്കഴിഞ്ഞ് പിന്നെ എന്തിനാ എന്നെ എടുത്തേന്നുള്ളൊരു തോട്ടാണ് എനിക്ക് വന്നത്. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് ഒന്നും ഇവിടെ പറ്റൂല. അപ്പം വെറുതെ ഒരു ബൊമ്മയെ കൊണ്ടുവന്ന രീതിയിലായിപ്പോയി. സോ ഇനിയിപ്പം ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലോ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാനും പിന്നെ എനിക്ക് മോഡലിംഗിൽ കുറച്ചും കൂടി ഇപ്പം കേരളത്തിലായാലും കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ഇപ്പം ആഗ്രഹം. ഓക്കെ, താങ്ക് യു സോ മച്ച് അഭിഷേക് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനിയും കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി മൈൽസ്റ്റോൺ മേക്കേഴ്സ് മാക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.